ചെന്താമര, റിപ്പർ ജയാനന്ദൻ, ഭഗവത് സിംഗ് കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് ഗോവിന്ദച്ചാമി ഇനിയുണ്ടാവുക. ജയിൽ ഉദ്യോഗസ്ഥരുടെ റൂമിനടുത്തുള്ള സെല്ലിൽ പാർപ്പിക്കും. നിരീക്ഷിക്കാൻ കൂടെ ഒരു തടവുകാരനും ഉണ്ടാകും. ചപ്പാത്തി തിന്ന് പാതിയായി മെലിഞ്ഞ ഗോവിന്ദച്ചാമിക്ക് ആദ്യ ദിനം ചോറും മട്ടനുമാണ് വിഭവം. ആഭ്യന്തര വകുപ്പിലെ ഉന്നതരിൽ നിന്നും ജയിൽ വകുപ്പിന് ഇന്നലെ തന്നെ കർശന നിർദ്ദേശം ലഭിച്ചു. നിർദ്ദേശം ഇതാണ്: കണ്ണൂരിലുണ്ടായത് വിയ്യൂരിൽ സംഭവിക്കരുത്. വിയ്യൂരിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദച്ചാമി എത്തുമ്പോൾ അതിന് ഉചിതമായ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനങ്ങൾ ജയിലിൽ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വിയ്യൂരിലേക്കാണ് ഗോവിന്ദച്ചാമിയുടെ മാറ്റം. കൊടും ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ ജയിൽ. സീരിയൽ കില്ലർ റിപ്പർ ജയാനന്ദൻ, പാലക്കാട് ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര, നരബലി കേസിലെ പ്രതി ഭഗവത് സിംഗ്, തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവങ്കൽ തുടങ്ങി കൊടും കുറ്റവാളികൾക്കൊപ്പം അതീവ സുരക്ഷാ മേഖലയിലാണ് ഗോവിന്ദച്ചാമിയുടെയും തടവറ. 1-ാം നിലയിലെ F3 സെല്ലിൽ ഒറ്റയ്ക്ക് പാർപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. പിന്നീടത് മാറ്റി. താഴത്തെ നിലയിലെ GF1 സെൽ ഗോവിന്ദച്ചാമിക്ക് തടവറയായി. സഹതടവുകാരനും ഉണ്ടാകും. ഗോവിന്ദച്ചാമിയെ നിരീക്ഷിക്കാനും കൃത്യമായി വിവരങ്ങൾ ലഭിക്കാനും വേണ്ടിയാണ് സഹതടവുകാരനെ സെല്ലിൽ പാർപ്പിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെ റൂമിനോട് ചേർന്നാണ് സെല്ല്. ഗോവിന്ദച്ചാമിക്ക് സെല്ലിൽ നിന്ന് പുറത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഭക്ഷണം കഴിക്കുന്നതും പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റുന്നതും എല്ലാം സെല്ലിൽ തന്നെ വേണം. CCTV ക്യാമറകളുടെ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചപ്പാത്തി തിന്ന് ശരീരഭാരം കുറച്ച ഗോവിന്ദച്ചാമിക്ക് ആദ്യ ദിനത്തിൽ കഴിക്കാൻ നൽകിയത് ചോറും മട്ടൻ കറിയുമാണ്. റിപ്പോർട്ടർ, തൃശൂർ.